അവനും ശീലായി. അപ്പൊ അവനും തോന്നും വഴക്ക്. ആരാ അവനെ വഴക്ക് പറയാൻ പഠിപ്പിച്ചത്? സ്കൂളിൽ നിന്ന് വഴക്ക് പറയാൻ പഠിപ്പിക്കുന്നുണ്ടാവില്ലല്ലോ മൂത്തവരെ, ഇല്ലല്ലോ. നമ്മൾ കാശ് കൊടുത്തിട്ട് സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഠിപ്പിക്കേണ്ടത് ടീച്ചർമാരുടെ പണിയാണ്. വീട്ടിൽ പഠിപ്പിക്കേണ്ടത് സ്നേഹിക്കുക എങ്ങനെയാണ് വീട്ടിൽ പെരുമാറേണ്ടത്, എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്. അത്തരം അച്ഛനോടും അമ്മയോടും സമൂഹത്തോടുള്ള സ്നേഹങ്ങളാണ്. നിങ്ങൾ കണ്ട ഓട്ടോറിക്ഷക്കാരനാവും, മീൻ പിടിക്കുന്ന ആളാവും എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ ധാരണ, അവനെ മീൻ പിടിക്കുന്നതും ഓട്ടോറിക്ഷ ഓടിക്കുന്നതും ഇഷ്ടമാണെങ്കിൽ അവൻ വിചാരിക്കും പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അതാണ് നല്ലതെന്നുള്ള ധാരണ അവനുണ്ടാവും. നമ്മളെ സമൂഹത്തിലുള്ള ഓരോ മനുഷ്യരെ കാണിച്ചിട്ട് നീ പഠിക്കാതിരുന്നാൽ അങ്ങനെയാവും എന്നല്ല പറയേണ്ടത്. നിങ്ങൾ ഇതുവരെ കലക്ടറുടെ ഓഫീസിൽ പോയിട്ടുണ്ടോ? കലക്ടറുടെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയാണ് കലക്ടറുടെ ഓഫീസ്, നിനക്ക് അതാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഠിക്കണം എന്ന് പറയുന്നത് പോസിറ്റീവാണ്. പഠിക്കാതിരുന്നാൽ നീ ഇന്നതാവും എന്ന് പറയുന്നത് നെഗറ്റീവാണ്. നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകൾ വഴക്ക് പറയുന്ന വിധത്തിലല്ലാതെ നല്ല അഡ്വൈസ് കൊടുക്കേണ്ട സ്ഥിതി എന്ന് പറയുന്നത്, നിങ്ങൾ പള്ളിയിൽ അച്ഛനെ കാണിച്ചു കൊടുത്തിട്ട് പള്ളിയിലല്ലേ പോണത്? പള്ളിയിൽ അച്ഛനാവണമെങ്കിൽ നല്ലോണം പഠിക്കണം എന്ന് പറഞ്ഞാൽ മതി. അവൻ പള്ളിയിൽ അച്ഛനാവാൻ ആഗ്രഹിച്ച് നല്ലോണം പഠിച്ചോളും, അവനത് ഇഷ്ടമാണെങ്കിൽ. അവന് പള്ളിയിൽ അച്ഛനെ ഇഷ്ടമല്ല, അത് മഹാ ബോർ പണിയാണെന്ന് അവന് തോന്നിയാൽ എന്ത് ചെയ്യും? ഓട്ടോറിക്ഷക്കാരനാവും നീ പഠിക്കാണ്ടിരുന്നാലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവൻ പഠിക്കാണ്ടിരുന്ന ഓട്ടോറിക്ഷക്കാരനാവാൻ ശ്രമിക്കും. അത് പഠിക്കാണ്ടിരുന്നാൽ ഓട്ടോറിക്ഷക്കാരനാവണമെന്നൊന്നുമില്ല. ബിടെക് കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ബിടെക്കിന് തോറ്റിട്ട് ഡ്രൈവറാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ടാക്സി ഓടിക്കുമ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു എന്താ പഠിച്ചതെന്ന് ചോദിച്ചു. അവൻ ബിടെക് തോറ്റതാണ്. പക്ഷെ അവൻ വിവാഹം കഴിച്ചിട്ടുള്ള കുട്ടി ബിടെക് പാസ്സായിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ കുട്ടിക്ക് കിട്ടുന്ന ശമ്പളത്തെക്കാളും കൂടുതൽ ഇവൻ ഉണ്ടാക്കുന്നുണ്ട് ടാക്സി ഓടിച്ചിട്ട്. അപ്പോൾ ഓരോ പണിക്കും അതിൻ്റേതായ ഒരു ഗുണമില്ലേ? നമ്മൾ അങ്ങനെ ഒരു ജോലി വളരെ മോശമായി കിട്ടും എനിക്ക് പഠിക്കാതിരുന്നാൽ എന്ന് പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമല്ല. പഠിച്ചാലാണ് ജനറൽ നോളജ് ഉണ്ടാവുക. ആ നോളജ് അമ്മ കുറേ പഠിക്കുന്നത് കാണണം. എല്ലാ ദിവസവും അമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പഠിക്കുന്നത് കാണുമ്പോൾ അവനും ഒരു തോന്നലുണ്ടാവും, എല്ലാ കാലത്തും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് വിവരം കിട്ടാനുള്ള മാർഗം. അവനവന് സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. വീട്ടിൽ സമാധാനം, സന്തോഷം ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പണിയാണ് വീട്ടിൽ ഇരിക്കുന്ന ജോലിക്ക് പോകാത്ത അമ്മമാരുടെ ഏറ്റവും പ്രധാന കടമ. അതുകൊണ്ട് അമ്മമാരെ ഹൗസ് വൈഫ് എന്നല്ല ഞാൻ പറയാറ്, ഹാപ്പി ഹോം മേക്കർ എന്നാണ്. ഹാപ്പി ഹോം മേക്കർ എന്ന് പറഞ്ഞാൽ വീട്ടിൽ സന്തോഷം ഉണ്ടാക്കുന്ന ആള്. ആ സന്തോഷം ഉണ്ടാക്കുക, സമാധാനം ഉണ്ടാക്കുക, മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം നന്നാക്കുക, മനുഷ്യനായിക്ക് മാറ്റുന്ന തരത്തിൽ കുട്ടികളെ പഠിപ്പിക്കുക, വ്യക്തിത്വം പഠിപ്പിക്കുക, നന്മ പഠിപ്പിക്കുക, അതൊക്കെയാണ് അമ്മയുടെ ജോലി. സ്കൂളിൽ പറഞ്ഞേക്കുന്നത് അവർക്ക് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഹിന്ദിയൊക്കെ പഠിപ്പിക്കാനാണ്. ഇനി സ്കൂളുകാർ പറയാണ് വീട്ടിൽ നിന്നാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിലിരുത്തി പഠിപ്പിച്ചാൽ മതി, സ്കൂളിൽ പറഞ്ഞേക്കണ്ട. ഇതുവരെ പഠിപ്പിച്ചതിനുള്ള എല്ലാ ട്യൂഷൻ ഫീസും തിരിച്ചു തരാൻ പറ. അവർക്ക് അവരുടെ പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മമാരെയും അച്ഛന്മാരെയും PTA ഒക്കെ വിളിച്ചിട്ട് വഴക്ക് പറയുകയാണോ ചെയ്യേണ്ടത്? നിങ്ങൾ കാശ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് സ്കൂളിലേക്ക് പിള്ളേരെ അയക്കണത്. എന്നിട്ട് PTA മീറ്റിങ്ങിന് വിളിച്ചിട്ട് ടീച്ചർമാർ നിങ്ങളെ വഴക്ക് പറയും. തിരിച്ചല്ലേ പറയേണ്ടത്? കുട്ടികളുടെ മാർക്ക് കുറയുമ്പോൾ അച്ഛനും അമ്മയും സ്കൂളിൽ പോവാം. എന്നിട്ട് ടീച്ചർമാരോട് ചോദിക്കുക, നിങ്ങൾക്ക് കാശ് തരുന്നത് ഇവരെ പഠിപ്പിക്കാനല്ലേ, എന്നിട്ട് എന്താ പഠിപ്പിക്കാത്തത്? നിങ്ങൾ അസുഖം വന്ന കുട്ടിയെ കൊണ്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാൽ ഡോക്ടർ നിങ്ങളെ വഴക്ക് പറയുക. നാട്ടിലുള്ള പലർക്കും അസുഖമില്ലല്ലോ, നിങ്ങളുടെ കുട്ടിക്ക് മാത്രം എന്താ അസുഖം വന്നത്, നിങ്ങൾ കുട്ടിയെ നോക്കാത്തതാണെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയലാണോ ഡോക്ടറുടെ പണി? അതിനാണോ നമുക്ക് ഡോക്ടർമാരെ കാശ് കൊടുക്കുന്നത്? ഡോക്ടർമാർക്ക് കാശ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ചികിത്സിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ടീച്ചർമാർക്ക് കാശ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ പഠിപ്പിച്ച് നന്നാക്കാനാണ്. അപ്പോൾ കൃത്യമായിട്ട് അവരവരുടെ ജോലി ചെയ്യാത്തവരെ അങ്ങോട്ടാണ് വഴക്ക് പറയേണ്ടത്. ഇനി അമ്മക്ക് വഴക്ക് കേൾക്കാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. കാരണം അമ്മ വീട്ടിൽ സ്നേഹം പഠിപ്പിക്കുന്നില്ല, അമ്മ വീട്ടിൽ നന്മ പഠിപ്പിക്കുന്നില്ല, അമ്മ മക്കളെ നല്ല വലിയ ആൾക്കാരാവാനുള്ള ആഗ്രഹം പഠിപ്പിക്കുന്നില്ല. അതിന് പകരം വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും പഠിക്കാത്തതിന്. പഠിക്കാതിരുന്നാൽ നീ ഇങ്ങനെയൊക്കെ നശിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല. അതേ സമയത്ത് മക്കൾ പഠിക്കും, നല്ല കുട്ടികളാണ്, നന്നായി വരും എന്ന് പ്രാർത്ഥിച്ച് നല്ലപോലെ അനുഗ്രഹിച്ചാൽ മക്കൾക്ക് പഠിക്കാനുള്ള തോന്നലുണ്ടാവും, അവർ നന്നാവുകയും ചെയ്യും. അപ്പം അമ്മ എന്ന് പറയുന്നത് വീട്ടിൻ്റെ വിളക്കാണ്. അവർ നല്ല മനസ്സോടുകൂടി സന്തോഷം മാത്രം കൊടുത്ത് മക്കളെ സ്നേഹിച്ച് വളർത്തേണ്ട ആളാണ്. ശാസിച്ച് വളർത്തിക്കഴിയുമ്പോൾ മക്കളും മോശമാവും. ഞാൻ ചോദിക്കട്ടെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോയി കൃഷിപ്പണിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ആളോട് ഇനിയും പണി ചെയ്യണമെന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കില്ലേ?
രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോറിക്ഷയ്ക്ക് ഓടിച്ചിട്ട് വീട്ടിൽ വരുന്ന ഒരാളോട് ഇനിയും ഓട്ടോറിക്ഷ ഓടിക്കണം എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കില്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറോട് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെയും ഭാര്യയും അമ്മയും അച്ഛനും അമ്മയും ഒക്കെ പറയുന്നു ഇനിയും ചികിത്സിക്കുന്നീ എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കില്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന കുട്ടിയോട് പിന്നെയും പഠിക്കാൻ പറയാ ചെയ്യേണ്ടത് അമ്മയും അച്ഛനും? അതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനെ ഉച്ചക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെങ്കിലും പഠിക്കാണ്ടിരിക്കാനുള്ളൊരു സമയം വേണ്ടേ അവന്? നല്ലപോലെ പഠിച്ച് വലിയ നിലയിലെത്തിയിട്ടുള്ള ഒരു കുട്ടിയും വീട്ടിൽ വന്ന് പഠിച്ചത് കൊണ്ടല്ല, അവർ സ്കൂളിൽ പഠിച്ചതുകൊണ്ടാണ്. നമ്പർ 1. നമ്പർ 2, അവർക്ക് നല്ല കൂട്ടുകാരും നല്ല ഫ്രണ്ട്സും ഉണ്ടാക്കി കൊടുക്കലാണ് അച്ഛൻ്റെയും അമ്മയുടെയും കടമ. അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞാൽ ആ നല്ല കൂട്ടുകാരുടെ കൂടെ അവർക്ക് കൂടെ പഠിക്കാനുള്ള, എൻജോയ് ചെയ്ത് പഠിക്കാനുള്ള, നല്ലോണം TV കാണുക, നല്ലോണം ഡോക്യുമെൻ്ററി കാണുക, നല്ലോണം അമ്മയുടെ കൂടെ സമാധാനമായിട്ട് മടിയിൽ കിടന്നുറങ്ങുക, അമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കുക, അമ്മയുടെ കൂടെ കളിക്കുക, അമ്മ നല്ലപോലെ പഠിക്കുക. അത്യാവശ്യമായിട്ട് അമ്മയും, നിങ്ങൾ അവസാനം വായിച്ച ബുക്കിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അമ്മ ഒരു ബുക്കും വായിക്കില്ല, ഒരു സംഭവം വായിക്കില്ല, വഴക്ക് പറയാൻ മാത്രം ജനിച്ചിട്ടുള്ള ജന്മം. അവൻ കാണുന്ന അമ്മ വായിക്കുന്നില്ല, വായിക്കാത്ത അമ്മയാണ് വായിക്കാൻ പറയുന്നത്. അച്ഛൻ വായിക്കുന്നില്ല. നിങ്ങളുടെ ന്യൂസ് പേപ്പർ ഏതാ വരുത്തുന്നത് വീട്ടില്? പിന്നെ എന്ത് വീടാണ് ഞാൻ ചോദിക്കുന്നത്? എത്ര ബുക്ക് ഉണ്ട് അങ്ങനെ വായിക്കാൻ പറ്റിയ, കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ എത്ര ബുക്സ് ഉണ്ട് വീട്ടില്? ഇതൊന്നും ഇല്ലാത്ത വീട്ടിലിരിക്കുമ്പോ അവൻ എങ്ങനെയാണ് പഠിക്കാൻ തോന്നുക? അവന് വീട്ടിൽ പഠിക്കുന്ന, ഞാൻ ചോദിക്കുന്നത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ഹിന്ദി ഒക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് മകനെ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഭക്ഷണം അല്ലാതെ. ഭക്ഷണം ഹോട്ടലിൽ കിട്ടുന്നതാണ്, താമസം ലോഡ്ജിൽ കിട്ടും, കാശ് ബാങ്കിൽ കിട്ടും. അമ്മ അച്ഛൻ എന്നുള്ള നിലയിൽ നിങ്ങൾ കൊടുക്കേണ്ടത് സ്നേഹമാണ്. പിന്നെ എല്ലാ സൺഡേയും നിങ്ങൾ പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ അച്ഛനടുത്ത് ഉപദേശം പഠിക്കണ്ടാവില്ലേ? അയാളും പറയും പഠിക്കാൻ. എന്നാ അവൻ പള്ളിയിൽ അച്ഛനാവാൻ പറയും. പള്ളിയിൽ അച്ഛനോട് ഉപദേശിക്കാൻ പറഞ്ഞ് അനുഗ്രഹം കൊടുക്കാൻ പറയും, മോനെ എങ്ങനെയെങ്കിലും പള്ളിയിൽ അച്ഛനാക്കണം. പറ്റുമോ? അവനത് പണി ഇഷ്ടാവില്ല. അവൻ നിങ്ങൾ പറയുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ് അവനിഷ്ടം. നിങ്ങൾ പറയുന്ന പഠിക്കാണ്ടിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ. പള്ളി എന്ന് പറയുന്നത് തന്നെ മഹാബോറായിട്ടുള്ള സ്ഥലം അവന് തോന്നുന്നുണ്ടാവും. അവനെന്താ കുറ്റം? പിന്നെ അല്ലാതെ അവിടെയും അനാവശ്യമായിട്ടുള്ള അഡ്വൈസ് ആണ്, അവന് ഇഷ്ടമുള്ളത്. അപ്പൊ അതുകൊണ്ട് അവൻ ഇഷ്ടമുള്ള സംഭവങ്ങളിൽ നിങ്ങൾ കൊണ്ടുപോകും. നിങ്ങൾ എത്ര ലാസ്റ്റ് കണ്ട സിനിമ ഏതാ അവനെയും കൂട്ടിയിട്ട് തിയേറ്ററിൽ പോയിട്ട്? ലാസ്റ്റ് ഏത് പാർക്കിലാണ് പോയിരിക്കുന്നത്? ലാസ്റ്റ് ഏത് മ്യൂസിയത്തിലാണ് പോയിരിക്കുന്നത്? കോഴിക്കോട് സയൻസ് മ്യൂസിയം ഉണ്ടല്ലോ. എന്നിട്ട് കളിക്ക്. ആ സമയത്തും പഠിക്കുന്ന കാര്യം പറയാണ്ടിരിക്കും. പഠിക്കുന്ന കാര്യം ഇനിയെങ്കിലും 18 ദിവസം പറയാണ്ടിരിക്കും. ക്രിസ്തുമസ് തീരുന്നവരെങ്കിലും 1 മാസം പറയാണ്ടിരിക്കും. തോറ്റോട്ടെ. തോറ്റു കഴിഞ്ഞാൽ ലോകം ഇടിഞ്ഞ് വീഴൊന്നുമില്ലല്ലോ. തോറ്റു കഴിഞ്ഞാൽ ടീച്ചർമാരെ വിളിച്ച് വഴക്ക് പറയാ, ടീച്ചറോട് പറയാ നിങ്ങൾ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് തോറ്റതെന്ന് പറയാം. അവൻ തോക്കട്ടെ. വീട്ടിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ വീട്ടിൽ വരുന്നത്. 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അർത്ഥം എന്താണ്? ടീച്ചർമാർക്ക് എന്തിനാ നിങ്ങൾ കാശ് കൊടുക്കുന്നത്? എല്ലാ മാസവും ടീച്ചർമാർക്ക് എന്തിനാ കാശ് കൊടുക്കുന്നത്? ആ ടീച്ചർമാരെയും ഹെഡ്മാഷിയൊക്കെ വിളിച്ച് പറയും. നല്ലോണം പഠിക്കുന്ന കുട്ടികളെ മാത്രം പഠിപ്പിക്കാനുള്ളതാണോ സ്കൂള്? എന്നിട്ട് വീട്ടിൽ നിന്ന് ട്യൂഷൻ കൊടുത്തിട്ട് അത് കഴിഞ്ഞ് അവന് പിന്നെയും ട്യൂഷൻ കൊടുക്കും. സ്കൂളിൽ പോയിട്ട് പഠിച്ച് 10ാം ക്ലാസ് കഴിയുമ്പോഴും ട്യൂഷൻ കൊടുക്കും, 12ാം ക്ലാസ്സിലും ട്യൂഷൻ കൊടുക്കും, അത് കഴിഞ്ഞ് ബിടെക് ആകുമ്പോഴും ട്യൂഷൻ കൊടുക്കും. എന്ത് മഹാപാപാന്ന് ആലോചിച്ച് നോക്കൂ. ആണോ അല്ലേ പറയും? മാറ്റ് സമൂഹം, നിങ്ങൾ മാറ്റ്. നിങ്ങളെ പോലെയുള്ള കുറെ പേര് കൂടി ചേർന്നിട്ടല്ലേ സമൂഹം മാറ്റേണ്ടത്. സമൂഹം ഇങ്ങനെയാണ്, അതുകൊണ്ട് എന്റെ കുട്ടി ഇങ്ങനെയായി പോയി കരുതിട്ട് മക്കളുടെ മുമ്പിൽ കൈ നീട്ടുന്നത് ഇത്ര നാണക്കേടാണോ? മക്കളും അച്ഛനും അമ്മയൊക്കെ ഇൻഡിപെൻഡന്റ് ആവുകയാണോ വേണ്ടത്, അല്ല ഡിപ്പെൻഡന്റ് ആവുകയാണോ വേണ്ടത്? അച്ഛനും അമ്മയും മക്കളും ഒക്കെ അന്യോന്യം ഡിപ്പെൻഡ് ആവുന്നതല്ലേ നല്ലത്. അത് നന്നായിട്ട് വളർത്താത്തതുകൊണ്ട് അവനവന്റെ മക്കളെ നന്നായിട്ട് വളർത്തിക്കഴിഞ്ഞാൽ മക്കൾ കാശ് ചോദിക്കാണ്ട് തന്നെ ഇങ്ങോട്ട് തരില്ലേ? നല്ല ഇത് സമൂഹത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് മക്കളെ എന്താണ്? അച്ഛനെയും അമ്മയെയും സ്നേഹിക്കണം, അച്ഛനെയും അമ്മയും ബഹുമാനിക്കണം, അവരെ നോക്കണം എന്നൊക്കെയല്ലേ പഠിപ്പിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് മക്കളെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കണം എന്നാണോ വിചാരിക്കേണ്ടത്? അങ്ങനെ അച്ഛനും അമ്മയ്ക്കും മക്കളുടെ സ്വത്തിലും, അച്ഛൻ്റെ സ്വത്തിലും മക്കളും അമ്മയ്ക്കും അവകാശമുള്ള പോലെ മക്കളുടെ കാര്യത്തിലും അച്ഛനും അമ്മക്കും സ്നേഹം കൊടുത്താൽ തിരിച്ച് കിട്ടാത്ത ലോകമൊന്നുമല്ല ഇത്. അത് കണ്ടിട്ട് മക്കൾ പഠിക്കും. നല്ലോണം സ്നേഹിക്കാൻ പഠിപ്പിക്കും മക്കളെ. അപ്പം നിങ്ങളും വയസ്സാകുമ്പോൾ മക്കളെ നോക്കും. ഇപ്പം നിങ്ങളിങ്ങനെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം വരുമ്പോൾ എറിയും മോൻ, അറിയോ?
അതുകൊണ്ട് സ്നേഹം മാത്രം പഠിപ്പിക്കുക, നന്മ മാത്രം പഠിപ്പിക്കുക. മോൻ എത്ര മാർക്ക് കിട്ടിയാലും കുഴപ്പമില്ല മോനെ, മോൻ നീ നാളെ നന്നാവും, നല്ല പയ്യനാവും എന്ന് പറഞ്ഞിട്ട് അവന് ആശീർവാദം കൊടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ പറഞ്ഞാൽ അമ്മ എത്ര നല്ലത് പറയുന്നോ അത്രയും നന്നായിട്ട് അവൻ നല്ല മോനായിട്ട് നാളെ വളരും. അമ്മ എത്ര വഴക്ക് പറയുന്നോ അവന് പഠിക്കാനുള്ള താല്പര്യം കുറയും, ശ്രദ്ധ കുറയും. മോനെ നല്ലപോലെ ആശീർവാദം കൊടുത്ത് സ്നേഹിച്ച് നന്മയുള്ളവനാക്കി വളർത്തുക. പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം അവനോട്. നീ വേണമെങ്കിൽ പഠിച്ചാൽ മതി, പക്ഷെ നല്ല മോനാവണം. ഇനിയെങ്കിലും പ്ലേറ്റ് മാറ്റുക, അവനെ നല്ലപോലെ സ്നേഹിക്കുക, അവനോട് ആവശ്യമുണ്ടെങ്കിൽ പഠിക്കാൻ പറയുക. കുറേ സമയം ഇരുന്നിട്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ടി വിയിൽ വരുന്ന സംഭവവും ഇൻ്റർനെറ്റിലുള്ള സംഭവവും ഒക്കെ അവൻ്റെ കൂടെ ഇരുന്ന് നല്ലപോലെ എൻജോയ് ചെയ്യുക. മക്കളുടെ കൂടെ സമയം ചെലവഴിക്കുക. ആ സമയം ചിരിക്കുന്ന അമ്മയായിട്ട് മാറുക. അവൻ്റെ മുഖത്ത് എപ്പോൾ നോക്കിയാലും ദേഷ്യം പിടിക്കുന്ന അമ്മയുടെ മുഖം മാറ്റിയിട്ട് നല്ല സുന്ദരിക്കുട്ടിയായ അമ്മയായി, നല്ല ചിരിക്കുന്ന അമ്മയായി, നല്ല സ്നേഹം കൊടുക്കുന്ന അമ്മയായി, നല്ല ദയയും ദാക്ഷിണ്യവും മക്കളെ ഭക്ഷണം കൊടുത്ത് വളർത്തുകയും ചെയ്യുന്ന ഒരമ്മയായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ അമ്മയുടെ മുഖം മാത്രം അവൻ്റെ മനസ്സിൽ മതി. അവൻ അമ്മയുടെ ആഗ്രഹം അറിയാതെ അവൻ്റെ ഉള്ളിലേക്ക് കയറി അവൻ പഠിക്കാൻ തുടങ്ങും. അതേ സമയത്ത് അമ്മ ശപിക്കുന്നത് പോലെ നീ നന്നാവില്ല, നീ പഠിക്കാതിരുന്നാൽ നശിച്ചു പോകുന്നു 10 പ്രാവശ്യം പറഞ്ഞാൽ എത്ര പഠിക്കാൻ ശ്രമിച്ചാലും അവന് പഠിക്കാൻ പറ്റില്ല. എത്ര പഠിക്കാൻ ശ്രമിച്ചാലും ശ്രദ്ധയുണ്ടാവില്ല. എത്ര പഠിക്കാൻ ശ്രമിച്ചാലും അതിന് മാർക്ക് കിട്ടാണ്ടും സ്കൂളിലും വീട്ടിലും ഒക്കെ മോശമായിട്ട് മാറും. ഈ ആശീർവാദം മാത്രം വീട്ടിൽ നിന്ന് കൊടുത്താൽ സ്കൂളിൽ പോകുന്ന സമയത്തെങ്കിലും അവന് ശ്രദ്ധിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും, അവൻ നാളെ നന്നാവും. അതുകൊണ്ട് ഇത് കേൾക്കുകയാണെങ്കിൽ കേൾക്കുക, ഇത് പ്രാബല്യത്തിൽ വരുത്താൻ പറ്റുകയാണെങ്കിൽ വരുത്തുക, എന്നിട്ട് വല്ല മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വളർത്തിയിട്ട് ഗർഭപാത്രത്തിൽ കൊണ്ട് വളർത്തി ചെറിയ പ്രായം മുതൽ വായിൽ ഭക്ഷണം കൊടുത്ത് എല്ലാ അഴുക്കും കഴുകി കളഞ്ഞ് കുളിപ്പിച്ച് നല്ല ഉമ്മ കൊടുത്ത് വളർത്തിക്കൊടുത്ത മകൻ എന്തിനാ വിരോധിയായിട്ട് മാറ്റണേ? അതിനേക്കാളും നല്ലത് അവനെ സ്നേഹിച്ചിട്ട് അവൻ പഠിക്കാണ്ടിരുന്നാലും കുഴപ്പമില്ല എന്നാവുന്നല്ലേ നല്ലത്. അവൻ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയാലും വൈകുന്നേരം കാശിലുള്ള പോക്കറ്റുള്ളത് അമ്മയ്ക്ക് കൊണ്ട് തരുന്നതല്ലേ നല്ലത്. പഠിച്ചിട്ട് കലക്ടറായിട്ട് അമ്മയോട് ദേഷ്യാവുന്നതിനേക്കാളും ഏതാ നല്ലതെന്ന് പറയൂ. വലിയ കലക്ടറായി പഠിച്ചു, എന്നിട്ട് വലിയ നിലയിലൊക്കെ എത്തി, പക്ഷെ അമ്മയോട് ദേഷ്യം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതാണോ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ അങ്ങനെയല്ല പഠിപ്പിക്കാറുള്ളത്. എൻ്റെ അമ്മ അങ്ങനെയല്ല പഠിപ്പിച്ചത്. ഓക്കെ, എൻ്റെ അമ്മ എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതേ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എന്നെ സമൂഹം പഠിപ്പിച്ചതല്ല, എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച സംഭവമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് ഏക്കുകയാണെങ്കിൽ ഏക്കട്ടെ, ഏക്കാതിരുന്നാൽ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ്, നിങ്ങളോട് സ്നേഹം വേണ്ടാന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി നിങ്ങളുടെ മകനാണെന്ന് വിചാരിക്കുക, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നിങ്ങളുടെ മകളാണെന്ന് വിചാരിക്കുക. കാരണം നിങ്ങൾ ബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെ ലോകത്തുള്ള ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള ഏറ്റവും റിച്ച് ആയിട്ടുള്ളവരൊക്കെ നിങ്ങളുടെ മകനാന്ന് വിചാരിച്ച് സന്തോഷിച്ച് കിടന്നുറങ്ങിക്കും എല്ലാ ദിവസവും. എന്നിട്ട് സ്വന്തം മകനെ മുക്കുവനായിട്ടും ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടും ഒക്കെ പോട്ടേന്ന് പിന്നെ ശപിച്ച് അവൻ നാളെ ഓട്ടോറിക്ഷ ഡ്രൈവറായാലും നിങ്ങളെ നോക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൻ മാറുകയാണ്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് എന്താണ് വേണ്ടത്. അതും നിങ്ങളുടെ മുത്തശ്ശൻ ചെയ്തിരുന്ന പണിയാണ് നിങ്ങളിപ്പം നികൃഷ്ടമായ ഒരു പണിയായിട്ട് കണ്ടിട്ട് മകനോട് ശപിക്കുന്നത്. അത് വെച്ചിട്ടാണ് നിങ്ങളുടെ അച്ഛനെ വളർത്തിയത്. ആ അച്ഛനെ നല്ല ജോലിയിലേക്ക് മുത്തശ്ശൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ജോലി കൊണ്ടല്ല, ആ നന്മയുള്ള മനസ്സ് അച്ഛൻ്റെ അമ്മയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണെന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു അമ്മയാവാനെങ്കിലും ശ്രമിക്കൂ. നിങ്ങൾക്ക് വലിയ ജോലിക്കാരൻ്റെ മകളാണെന്നുള്ള ഒരു ധാരണയിൽ, അങ്ങനെ എൻ്റെ മകൻ അല്ലാതായാൽ അവൻ നശിച്ചു പോകുമെന്നുള്ളൊരു ധാരണയിൽ ഈ പറയുന്ന വാക്കുകളൊക്കെ നെഗറ്റീവായിട്ടാണ് മകനിലേക്ക് എത്തുന്നത്. അത്തരം ശാപം മക്കൾക്ക് കൊടുക്കാതിരിക്കുകയാണ് ഒരമ്മ ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ. അമ്മയുടെ കടമ മക്കളെ സ്നേഹിക്കലാണ്, അവർക്ക് ട്യൂഷൻ എടുക്കലല്ല, അവരെ പഠിപ്പിക്കലല്ല. പഠിപ്പിക്കുന്ന പണി ഒഴികെ ബാക്കി എല്ലാ പണിയും അമ്മക്ക് ചെയ്യാം. പഠനം എന്നുള്ള വിഷയം സ്കൂളിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിന് അവർക്ക് പണി കൊടുക്കുക, അവർക്ക് അതിനുള്ള കാശ് കൊടുക്കുന്നുണ്ട്, ട്യൂഷൻ ഫീസ് കൊടുക്കുന്നുണ്ട്. അവിടെ വലിയൊരു പ്രിൻസിപ്പളും ഡയറക്ടറും ടീച്ചർമാരും അത് നോക്കാൻ മന്ത്രിമാരും ഒക്കെയുള്ളൊരു ലോകത്താണ് ജീവിക്കുന്നത്. അത് അവരുടെ പണിയാണ്. പക്ഷെ അമ്മ ചെയ്യേണ്ടത് അമ്മയുടെ കടമ. അമ്മയുടെ കടമ. പറഞ്ഞിട്ടില്ല എന്ന് ഇപ്പോഴുള്ള ഈ ഒരു ഇത്രയും സമയമുള്ള ഡിസ്കഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ അമ്മയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പഠിക്കൂ മോനെ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത അമ്മയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും തീരുമാനിക്കുക,
എന്നിട്ട് ആ തീരുമാനിച്ച ഉറപ്പിച്ച കാര്യം വീട്ടിൽ എല്ലായിടത്തും എഴുതി വെക്കുകയോ കയ്യിൽ ഒരു വലിയൊരു ബെൽറ്റ് കെട്ടുകയോ അത് ഓർമ്മിപ്പിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. 18 ദിവസം ഇന്നു മുതൽ ഡിസംബർ 25 തീയതി വരെ മക്കളെ പഠിക്കുന്നതൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കൂ. അവൻ മോശമായാലും കുഴപ്പമൊന്നുമില്ല, കാരണം നിങ്ങൾ പറഞ്ഞിട്ടോ അവൻ നന്നായിട്ടില്ല. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കുറച്ച് ദിവസമെങ്കിലും നോക്കൂ. 10-40 ദിവസം വ്രതം എടുക്ക്. ആ വ്രതം എടുത്തിട്ട് അവന് മാറ്റം ഉണ്ടാവുമോ നോക്കട്ടെ. അറ്റ്ലീസ്റ്റ് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിൽ അടികൂടാണ്ടിരിക്കുമല്ലോ, ഈ ഒരു കാര്യത്തിനല്ലേ അടികൂടണേ. അതെങ്കിലും ഒഴിവാക്കൂ. കാരണം അത് കണ്ടിട്ടാണ് അവൻ വളരുന്നത്, അത് കണ്ടിട്ടാണ് മകൾ വളരുന്നത്. ആ വീട്ടിലുള്ള എല്ലാ കോലാഹലങ്ങൾക്കും, എല്ലാ മാനസിക വ്യവസ്ഥകൾക്കും, എല്ലാ വേവലാതികൾക്കും, ആ ഒരു സിറ്റുവേഷനും ഒക്കെ കാരണം ഈ അമ്മയുടെ മകനെ പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുന്നതുകൊണ്ടാണ്. അതങ്ങോട്ട് ഒഴിവാക്കിയാൽ തന്നെ വീട്ടിൽ സമാധാനം കിട്ടും. എൻ്റെ കുട്ടി അങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത്? ഈ അമ്മ അച്ഛൻ ഏതെങ്കിലും ഒരാൾ ആരാ ആദ്യം പോവാന്ന് ആർക്കറിയാം? ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മോനാണോ ആദ്യം പോവുക, മോളാണോ ആദ്യം പോവാന്ന് എങ്ങനെ നിങ്ങൾക്കറിയാം? അതുകൊണ്ട് വഴക്ക് എന്ന് പറയുന്ന സ്വഭാവം ഒഴിവാക്കിയിട്ട് നന്മയും സ്നേഹവും മാത്രം കൊടുക്കൂ വീട്ടിൽ. ചേട്ടനും ചേച്ചിയും തമ്മിൽ, ചേട്ടനും അനിയനും തമ്മിൽ, അനിയനും ചേച്ചിയും തമ്മിലൊക്കെയുള്ള ബന്ധങ്ങൾ ഉറപ്പിക്കുന്നതാണ് അമ്മയുടെ പണി. ആ സമയത്ത് നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞാൽ എന്താ, എൻ്റെ മോനോടല്ലേ പറയുന്നത്, നീ മിണ്ടാണ്ടിരിക്കുമെന്ന് പറയാൻ ചെയ്യേണ്ടത്? മൂത്ത സിസ്റ്ററാണ് അവനെ നോക്കേണ്ടത്. അവനോട് സ്നേഹം ഉണ്ടാവേണ്ടത് മൂത്ത സിസ്റ്ററാണ്. ആ സിസ്റ്ററെയും സ്നേഹം പഠിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ വിദ്വേഷമല്ലേ പഠിപ്പിക്കണേ? അതുകൊണ്ട് നല്ല പ്രായത്തിൽ, നല്ല ബുദ്ധി ഇല്ലാത്ത അവസ്ഥയിൽ അബദ്ധവശാലുണ്ടായിട്ടുള്ള കുട്ടികൾ, വേണ്ടാന്ന് വെച്ചിട്ട് ചിലപ്പോൾ വളർന്നിട്ടുള്ള കുട്ടികൾ, ആ അവസ്ഥയിലൊക്കെയുള്ള കുട്ടികളെയൊക്കെ നശിപ്പിക്കുന്നത് മച്യൂരിറ്റി ഇല്ലാത്ത, നല്ല പ്രായപൂർത്തി എത്തിയിട്ടുള്ള സ്വഭാവം കാണിക്കാത്ത അമ്മമാരാണ് മക്കളെയൊക്കെ ദുഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴുള്ള പ്രായം മാറ്റി വെച്ചിട്ട് ഒരു 20 വയസ്സും കൂടി പ്രായമുണ്ടെന്ന് ഒന്ന് ധരിക്കുക. ഇപ്പോൾ 20 വയസ്സ്, 30 വയസ്സ്, 40 വയസ്സാണെന്ന് വിചാരിക്കുക. 40-ന് പകരം 60 വയസ്സാണ് നിങ്ങൾക്കെന്ന് വിചാരിക്കുക. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ പെരുമാറും. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഒന്നാമത് ഹൗസ് വൈഫ് എന്ന് പറഞ്ഞിട്ടിരിക്കും. ഹൗസ് വൈഫ് അല്ല, ഹാപ്പി ഹോം മേക്കർ എന്നാണ്. വീട്ടിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ എന്നുള്ള പണിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വേറെ പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. ആ ബോറടിക്കുന്ന ആൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പണിയും ചെയ്യുന്നില്ല. വന്നു കഴിയുമ്പോൾ ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള ധാരണയിൽ മക്കളെ നന്നാക്കാൻ വേണ്ടിയിട്ട് കുറേ വഴക്ക് പറഞ്ഞ് മനസ്സമാധാനം ഉണ്ടാക്കും. അത് കേട്ടിട്ട് ഹസ്ബൻഡ് വരുമ്പോൾ, ഹസ്ബൻഡ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സമാധാനം കിട്ടാൻ നോക്കുമ്പോൾ വീട്ടിലാകെ അടിപിടിയിലാണ്. അപ്പോൾ അത് ഭാര്യയുടെ മുകളിൽ കയറും. എല്ലാം കൂടി കുഴപ്പമാണ് വീട്ടിൽ. അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റി സന്തോഷ സുസ്മേര വസതിയായി നല്ല പോലെ സന്തോഷം കാണിച്ചുകൊണ്ട് വീട്ടിൽ സമാധാനവും സന്തോഷവും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവരൊക്കെ അത് കഴിപ്പിച്ച് എന്ത് രസകരമായിട്ട് മാറ്റാം ഒരു അമ്മയ്ക്കൊരു വീടെന്ന് വിചാരിച്ചാൽ. അങ്ങനെയല്ലേ ആവേണ്ടത്? അങ്ങനെ ആവൂ. വളരെ എളുപ്പമാണ്. നിങ്ങൾക്കും മനസ്സമാധാനം കിട്ടും, വീട്ടിലെല്ലാവർക്കും കിട്ടും, മക്കളൊക്കെ അന്യോന്യം സ്നേഹിക്കാൻ തുടങ്ങും. എടോ, ഹിന്ദി അറിഞ്ഞിട്ടില്ലെങ്കിലും ഈ ലോകത്ത് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇംഗ്ലീഷും ഹിന്ദിയും മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഒന്നുമില്ലെങ്കിലും അച്ഛനോടും അമ്മയോടും മക്കളോടും അയൽവാസികളോടും കുടുംബത്തോടും തൊട്ടടുത്ത വാക്കുകൾക്കൊക്കെ സ്നേഹമുള്ളൊരു മനുഷ്യനാണെങ്കിൽ, അവനെ സ്നേഹിക്കാൻ കുറേ പേരുണ്ടെങ്കിൽ ഈ ലോകം നന്നാവും. അതുകൊണ്ട് അവന് ഹിന്ദിയിൽ 2 മാർക്ക് കിട്ടിയോ 100 മാർക്ക് കിട്ടിയോ നോക്കിയിട്ടൊന്നല്ല ആരും അവനെ സ്നേഹിക്കുന്നത്. നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ധാരണ മാറ്റൂ. ഈ ഹിന്ദി പഠിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയല്ല. मैं अभी हिंदी में बात करें तो आपको कुछ मालूम होते क्या? ഞാൻ ഹിന്ദിയിൽ വർത്താനം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം ഹിന്ദിയിൽ പറയാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഹിന്ദി പഠിപ്പിക്കാൻ പോണേ? ഹിന്ദി പഠിപ്പിക്കേണ്ടത് അമ്മയുടെ പണിയല്ല, ഹിന്ദി ടീച്ചറുടെ പണിയാണ്. ആ ടീച്ചർക്ക് ആ പണി അറിയില്ലെങ്കിൽ രാജിവെച്ച് പോവാൻ പറ, വഴക്ക് പറയ്. അല്ലെങ്കിൽ സ്കൂളിൽ പറഞ്ഞേക്കുന്നതിന് പകരം 10 ദിവസം സ്കൂളിൽ പോകാണ്ട് ഏതെങ്കിലും ഹിന്ദി ട്യൂഷൻ എടുക്കുന്ന ടീച്ചർമാരുടെ അടുത്ത് പറഞ്ഞു വിട്. മനസ്സിലാവുന്നുണ്ട് പറയണേ? മാർക്ക് കുറയുന്നു എന്ന് പറയുമ്പോൾ, സ്കൂളിൽ പോയിട്ട് മാർക്ക് കുറയുന്നു എന്ന് പറയുമ്പോൾ ടീച്ചറോട് ചോദിക്കുക, എന്നാൽ ഒരു 10 ദിവസം ഞാൻ സ്കൂളിൽ പറഞ്ഞേക്കുന്നില്ല, മാർക്ക് കൂടി കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പഠിപ്പിച്ച് നോക്കാം. നിങ്ങൾക്ക് പറ്റാത്ത പണിയാണെങ്കിൽ പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുക. എന്താ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും. മക്കളെ ഇങ്ങനെ ക്രൂസിഫൈ ചെയ്യല്ലേ ചെയ്യണത്? മക്കളെ ഇങ്ങനെ ക്രൂസിഫൈ ചെയ്യണത്, മക്കളെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണോ ചെയ്യുക? അതല്ല വേണ്ടത്. മക്കളെ നന്നായിട്ട് സ്നേഹിക്കാനും ഒക്കെ പഠിപ്പിക്കുക. അവർ നന്നായിക്കോളും. അവർക്ക് പഠിക്കണം എന്നുള്ള തോന്നലുണ്ടാവണമെങ്കിൽ തന്നെ ഇതൊരു മഹാശല്യമായിട്ട് തോന്നരുത്. പഠനം ശല്യമായിട്ട് തോന്നുന്ന കുട്ടികളാണ് പഠിക്കാതിരിക്കുക. പഠനം എൻജോയ് ചെയ്യണം, പഠനം ഇഷ്ടപ്പെടണം. അങ്ങനെയാക്കി മാറ്റാൻ ടീച്ചർക്കും പറ്റുന്നില്ല, വീട്ടിലുള്ള സിറ്റുവേഷനും ഇല്ല. നിങ്ങൾ പഠിക്കുക എന്നുള്ള വാക്കൊഴിച്ച് വേറെ എന്തെല്ലാം പറയാം. പഠിക്കണ്ടെന്ന് എന്തിനാ നിങ്ങൾ പറയണേ?
ആ പഠനം എന്നുള്ള ഡിക്ഷണറിയിലെ വാക്ക് അങ്ങോട്ട് തട്ടിക്കളയും. നിങ്ങളുടെ വീട്ടിൽ പഠനം എന്നുള്ള വാക്ക് ഉപയോഗിക്കാണ്ടിരിക്കുക. പഠിക്കണ്ടെന്ന് എന്തിനാ അമ്മ പറയണേ? ഞാനത് പറഞ്ഞോ? പഠിക്കണ്ടെന്ന് പറയാൻ പറഞ്ഞു? പഠന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പഠിക്കണ്ടെന്നുള്ള വാക്ക് പറയില്ലല്ലോ നിങ്ങൾ. ഭക്ഷണത്തിന്റെ കാര്യം പറയൂ, സ്നേഹത്തിന്റെ കാര്യം പറയൂ. പഠനം എന്നുള്ള വാക്ക് നിങ്ങൾ വീട്ടിൽ പറയാണ്ടിരിക്കേ. മനസ്സിലാവുണ്ടോ പറയണത്? പഠനം എന്നുള്ള വാക്ക് വീട്ടിൽ നിങ്ങൾ മിണ്ടാതിരിക്കൂ. കാരണം നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല. നിങ്ങൾ അതിനു വേണ്ടി ടീച്ചർ അടുത്തേക്ക് പറഞ്ഞേക്കാണ്, നിങ്ങൾ എത്ര പഠിച്ചിട്ടുള്ള ആളായാലും. അതുകൊണ്ട് ആ പണി അങ്ങോട്ട് വിടുക. പഠിപ്പിക്കാനുള്ള പണി അങ്ങോട്ട് ഏൽപ്പിച്ചു. എന്തിനാ തൈറോയിഡ് ഉണ്ടാക്കണേ? തൈറോയിഡ് ഉണ്ടോ? ഇപ്പൊ ഞാനെങ്ങനെ പറഞ്ഞ തൈറോയിഡ് ഉണ്ടെന്ന്? തൈറോയിഡ് ഉള്ള അമ്മമാരുടെ കുഴപ്പമാണിത്. അത് തൈറോയിഡ് ഉള്ളത് കൊണ്ടല്ല, ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് തൈറോയിഡ് ഉണ്ടാവുന്നത്. തൈറോയിഡ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പറയല്ല ചെയ്യുന്നത്. ഏതാദ്യം എന്ത് മരുന്ന് കഴിച്ചാറില്ല. ഞാൻ പറയാം, ഈ സ്വഭാവം മാറ്റിയാൽ മാത്രമേ മാറുള്ളൂ. തൈറോയിഡിന്റെ അസുഖം മാറണമെങ്കിൽ സ്വഭാവം നന്നാക്കുക. ഞാൻ എഴുതി ഒന്നും കൂടി പറയാം. തൈറോയിഡിന്റെ അസുഖം മാറണമെങ്കിൽ സ്വഭാവം നന്നാക്കുക. തൈറോയിഡ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത് എന്ന് പറയുന്നതിന് പകരം ദേഷ്യം വരുന്നത് കൊണ്ടാണ് തൈറോയിഡ് ഉണ്ടാവുന്നതെന്ന് പറയാം. അതിനെത്ര മരുന്ന് കഴിച്ചാലും ഇത് മാറില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയെങ്കിലും, അവനവൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയെങ്കിലും മക്കളെ വഴക്ക് പറയുന്നതും അനാവശ്യമായിട്ടുള്ള വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാക്കിയിട്ട് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുമ്പോഴൊക്കെ ശരീരത്തിന്റെ കെമിസ്ട്രി മാറും. എന്നോട് പറഞ്ഞിട്ടല്ലല്ലോ ഞാനിപ്പോൾ പറഞ്ഞത്. എന്നോട് പറഞ്ഞോ തൈറോയിഡ് എന്ന് പറഞ്ഞിരുന്നോ? ഞാൻ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞോ നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ടെന്ന്? ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പോലും ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോയാൽ അവർ പറയോ? മുഖത്ത് നോക്കിയിട്ടോ വർത്താനം പറയുന്നത് കേട്ടിട്ടോ തൈറോയിഡ് ഉണ്ടെന്ന് പറയോ? ഞാനത് പറയും. എനിക്കതിനുള്ള കഴിവുണ്ട്. ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇന്ന് മുതൽ 18 ദിവസം പഠനം എന്നുള്ള വാക്ക് നിങ്ങൾ വീട്ടിൽ പറയാണ്ടിരുന്നിട്ട് നിങ്ങൾ തൈറോയിഡ് ചെക്ക് ചെയ്യൂ. അത് കുറയും. നല്ലോണം വെള്ളം കുടിക്കുക. മനസ്സിലാവുണ്ടോ? അനാവശ്യമായിട്ടുള്ള ശവം തിന്നാണ്ടിരിക്കുക. കണ്ട ശവങ്ങളൊക്കെ തിന്നണത്, മീനാ തിന്നുക, മട്ടനാ തിന്നുക, ചിക്കനാ തിന്നുക, എല്ലാ ശവവും തിന്നും. അതിനകത്തൊക്കെ എനർജി കെമിസ്ട്രി. ഒരു മീനിനെ കൊല്ലുന്ന സമയത്ത് പടഞ്ഞ് മരിക്കുന്ന മീനിൽ എന്തൊക്കെ ആക്രാന്തങ്ങൾ, എന്തൊക്കെ വേദനകൾ, എന്തൊക്കെ വിഷമങ്ങളാണ് ഉണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കൂ. ആ വിഷമം നിങ്ങളുടെ ഉള്ളിലും കയറുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതേ നിങ്ങൾ കാണുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ വേണ്ടി കാരണങ്ങൾ കണ്ടെത്തും. ഈ എല്ലാ വൃത്തികെട്ട നമ്മുടെ കാലിലൊക്കെ എവിടെയെങ്കിലും പൊട്ടിയിട്ട് കാലിലൊക്കെ പുഴു വന്നാൽ ഈ നല്ല പോലെ പിന്നെ മുറിഞ്ഞ് അത് മരുന്നൊന്നും വെക്കാതെ നല്ല പോലെ എന്താണ് ചീഞ്ഞളിഞ്ഞ് മഞ്ഞ കളറാകുമല്ല, പിന്നെ പഴുത്തിട്ടുണ്ടാവില്ല കാലിലൊക്കെ. ആ സമയത്ത് നമ്മളൊക്കെ ഈ വെള്ളത്തിൽ കാല് കൊണ്ട് വെച്ചാൽ അതാണ് മീൻ തിന്നുന്നത്. ആ മീനിനെ തിന്നുന്നത് നിങ്ങൾ എന്താ തിന്നുന്നത് ആലോചിച്ച് നോക്ക്. നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുക, മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, അവരെ പഠിപ്പിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാക്കി കൊടുക്കുക. അത് പറയാതെ സ്നേഹവും നല്ല ഭക്ഷണവും നല്ല സമാധാനവും നല്ല സന്തോഷവും മാത്രം കൊടുക്കുന്ന ഉറപ്പ് പറയൂ. വേണോ വേണ്ടയോ? ഇപ്പൊ എന്തൊക്കെയോ മാറ്റം തോന്നി അല്ലേ? വിളിച്ചത് എന്തിനാണ്, ഞാൻ പറഞ്ഞത് എന്തിനാന്ന് ആലോചിച്ചു നോക്ക്. സ്നേഹം കൊണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഇതിന്റെ ഭാഗമൊക്കെ ഞാൻ ഇടും. പക്ഷെ ഈ പറയുന്ന ജനറലായിട്ട് പറഞ്ഞിട്ടുള്ളതൊക്കെ ഞാൻ ഇടും ചിലപ്പോൾ. ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴേ ഇപ്പൊ നല്ല പോലെ ശ്രദ്ധിക്കുക. മക്കളെ സന്തോഷമുള്ളവരാക്കിയാൽ, സ്നേഹമുള്ളവരാക്കിയാൽ ഈ പറഞ്ഞ വാക്ക് ഇന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാവും. മോൻ നന്നാവും. മോനെ ചെറിയ പയ്യനായിട്ട് കാണണ്ട, നാളെ വലിയൊരാളായിട്ട് കാണുക മനസ്സിൽ. ആ വലിയൊരാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അറിയാതെ കണ്ടുകൊണ്ടിരുന്നാൽ മകൻ അങ്ങനെയാവും. അമ്മ മോശമായിട്ട് കണ്ടുകൊണ്ടിരുന്നാൽ മക്കൾ അങ്ങനെയാവും. ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ ഞാൻ വളരെ മോശം കുട്ടിയായിരുന്നു, മഹാവികൃതിയായിരുന്നു. നാട്ടിലെല്ലാവരും എന്നെ വഴക്ക് പറയായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ ആ സമയത്ത് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറയും, മോനെ നാളെ നീ നന്നാവുമെന്ന്. നാളെ നീ നന്നാവും എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നാളെ നന്നായത്. ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ എന്നെ ഏറ്റവും മോശം കുട്ടിയായിട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. 10th മാർക്കില്ല, 12th മാർക്കില്ല. എന്നിട്ട് എന്താ കാര്യം? ഞാൻ പ്രൈം മിനിസ്റ്ററുടെ കൂടെ ഡയറക്ടർ ജനറൽ ഓഫ് സെക്യൂരിറ്റിയിലെ ഡെപ്യൂട്ടി ഡയറക്ടറായി, സ്പേസ് സയൻറ്റിസ്റ്റായി. ഇന്ന് കുറേ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നു. അതൊന്നൊരു കുഴപ്പമില്ല, നന്നാവും അവനൊക്കെ 10 ദിവസം കൊണ്ട് ഞാൻ നന്നാക്കി തരാം. പക്ഷെ അതിന് മുമ്പ് ആദ്യം അതൊക്കെ ശരിയാക്കി തരാം. മോനെയൊക്കെ ഞാൻ പടപടാന്ന് ശരിയാക്കി തരാം. ഓക്കെ.
ഡോണ്ട് വറി, ഉം, എൻജോയ്. ഉം, ശരി. നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. ഇന്ന് വരുന്ന സമയത്തേക്കും നല്ല കുട്ടിയായി നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് ചമഞ്ഞൊരുങ്ങി ആകെ ഒരു മാറ്റം വീട്ടിലുണ്ടാവണം. എല്ലാം ക്ലീൻ ആക്കി വെച്ച്, മനസ്സിലാവുണ്ടോ? ഇത് ഈ വിട്ടു. നിമിഷം മുതൽ ഈ നിമിഷം മുതൽ അങ്ങനെയേ ആവാവൂ. അതേറ്റുവോ? മാറിയതായിട്ട് അഭിനയിക്കണം. 10 ദിവസം അഭിനയിച്ച 11ാം ദിവസം മുതൽ അങ്ങനെയായി മാറും. മാറ്റണ്ടേ? ഞാനിപ്പം മോന്റെ പ്രശ്നം മാത്രമല്ല, തൈറോയിഡ് മാറ്റും, സാറേ അതൊക്കെ എനിക്കറിയാന്നേ. ഈ വിളിക്കുന്ന സമയത്തെ നമുക്കറിയാലോ എന്താ പ്രശ്നം. ഇതുവരെ ഒരാളും ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. ഇല്ലില്ല, ആരും പറഞ്ഞിട്ടില്ല. മുഖഭാവം മാറണം, ഡീലിങ്സ് മാറണം, സ്റ്റൈല് മാറണം, പ്രകൃതി മാറണം, ചിന്തകൾ മാറണം, അവനവൻ്റെ നടപ്പും ഇരിപ്പും ഒക്കെ അങ്ങോട്ട് മാറ്റി ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് മാറും. അപ്പോൾ എല്ലാ സംഭവവും അപ്പൊ ശരിയാവും. ടീച്ചർ ടീച്ചറുടെ മുമ്പിൽ മകനെ ആര് കുറ്റം പറയുമ്പോഴും മകനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന അമ്മയാണ് മകൻ ഏറ്റവും പ്രിയപ്പെട്ടവരാകും. സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് MBBS കഴിഞ്ഞ സൈക്കോളജിയാണോ? അല്ലല്ല, അല്ലാണ്ടുള്ള സൈക്കോളജി. അതെ, അല്ലാണ്ട് സൈക്കോളജി പഠിക്കുന്ന കേരളത്തിലെ MBBS കഴിയാതെ സൈക്കോളജി പഠിക്കുന്ന ഒരു ആൾക്കാരും മാത്തമാറ്റിക്സോ ഫിസിക്സോ കെമിസ്ട്രിയോ ഹിന്ദിയോ ഇംഗ്ലീഷോ ഈ മകൻ പഠിക്കുന്ന പരീക്ഷ എഴുതിയാൽ പോലും മകന് കിട്ടുന്ന മാർക്ക് കിട്ടില്ല ചിലപ്പോൾ. കാരണം ഒന്നും പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ലാസ്റ്റ് ഓപ്ഷനായിട്ട് പഠിക്കുന്നതാണ് BA സൈക്കോളജി, MA സൈക്കോളജി, സൈക്കോതെറാപ്പി എന്നൊക്കെ പറയുന്നത്. കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകളുടെ മിക്കവാറും ആൾക്കാരുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയാൽ അവർക്ക് 10ാം ക്ലാസ്സിൽ പരീക്ഷയിൽ മാത്തമാറ്റിക്സിൽ അവർക്ക് ഇന്ന് എഴുതിയാലും അവർക്ക് മാർക്ക് കിട്ടില്ല, പാസ്സാവില്ല. അതുകൊണ്ട് പഠിക്കാത്ത കുട്ടികളെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞയച്ചാൽ അവരോട് പഠിക്കേണ്ട മാർഗം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവരെ മാനസിക രോഗിയാക്കിയിട്ട് മാറ്റുന്ന ഒരു പ്രകൃതിയാണ് കേരളത്തിലുള്ളത്. അതിന് കാരണം സൈക്കോളജി പഠിക്കുന്ന മിക്കവാറും ലേഡീസ് ആൻഡ് ഗേൾസ് ആൻഡ് ബോയ്സ് ആരാണോ സൈക്കോളജിസ്റ്റായിട്ട് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത്, സൈക്കോളജിസ്റ്റ് എന്നുള്ള പേരിൽ അതന്നെ തെറ്റാണ്, സൈക്കോ തെറാപ്പിസ്റ്റായിട്ട് കൗൺസിലിംഗ് എക്സ്പേർട്ടായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന മിക്കവാറും സ്കൂളുകളിലും പ്രൈവറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരെയും കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ മാത്സ് പഠിച്ചിട്ടുണ്ടാവില്ല, കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവില്ല, ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവില്ല. ഈ സബ്ജക്റ്റ് ഒന്നും പഠിക്കാൻ പറ്റാതെ ഒരു ഗവൺമെൻറ് ജോലിക്കും അപ്ലൈ ചെയ്ത് കിട്ടാത്ത മരമണ്ടന്മാരായിട്ട് സ്കൂളിലൊക്കെ തോറ്റ് പാളീസായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ സൈക്കോളജി BA പഠിച്ച് സൈക്കോളജി MA പഠിച്ച് പിള്ളേരെ നന്നാക്കാൻ നടക്കും. അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് ഇത്തരം ആൾക്കാരെ മാത്രമാണ്. അവർ സൈക്കോളജി പഠിച്ചിട്ടുള്ളത് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒന്നും പഠിച്ച് ഡോക്ടർ ആവാൻ പറ്റാത്തതുകൊണ്ടാണ്, എഞ്ചിനീയർ ആവാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം ചെറുപ്പത്തിൽ നല്ലോണം പഠിക്കാത്ത കുട്ടികളോട് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയിട്ടുള്ള അവരെടുത്ത് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെന്താ പറയുക? അവരും പറയും മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടാണെന്ന് പറയും. നിങ്ങൾ ഒരു കുട്ടിയെ 10ാം ക്ലാസ്സിൽ 60% മാത്തമാറ്റിക്സ് കിട്ടാത്ത ഒരാളെടുത്ത് പോയിട്ട് ഇവൻ മാത്സ് പഠിക്കുന്നില്ല, അവന് ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നാക്കൂല്ലല്ലോ ബുദ്ധി. അതുകൊണ്ട് ഇത്തരം ഇതൊന്നും സൈക്യാട്രിയോ കൗൺസിലിങ്ങോ ആവശ്യമുള്ളതല്ല. ആദ്യം അമ്മ സ്നേഹം കൊടുത്ത് പഠിപ്പിച്ച് വളർത്തി നന്നാക്കാൻ ശ്രമിച്ചു തുടങ്ങിയാൽ പ്രശ്നങ്ങളൊക്കെ തീരും എൻ്റെ കുട്ടിയെ. അതുകൊണ്ട് അതിന് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ ഓരോ സ്ഥലത്തും അവനെ മാറ്റി എക്സ്പെരിമെന്റ് ചെയ്യാണ്. സ്കൂളിലും പറ്റില്ല അവന്, അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. നിങ്ങളുടെ വീട്ടിൽ ഒരാളുടെ ഒരു കയ്യോ കാലോ മുറിഞ്ഞു, അല്ലെ മൂക്കുന്ന് ചോര വന്നു, അത് കഴിഞ്ഞിട്ട് വീട്ടിലാകെ ലഹളയായി, എല്ലാവരും കൂടി അന്യോന്യം അടിപിടി കൂടി, എന്നിട്ട് നല്ലോണം അവനെ കുറേ അടിച്ച് പഞ്ചറാക്കിയിട്ട് അല്ലെങ്കിൽ നല്ല പോലെ എന്തൊക്കെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റുമോ അതൊക്കെ ശിക്ഷിച്ച് നിർബന്ധപൂർവ്വം ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അത് മൂക്ക് കാണിക്കാനാണ് കൊണ്ടുപോയത്. ആ കൊണ്ടുപോകുന്ന സമയത്ത് ഇത്രയും സമയം നടന്നതൊക്കെ മറന്നിട്ട് അവന് പെരുമാറാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അവൻ ഓട്ടോമാറ്റിക്കായിട്ട് വയലൻ്റായോ അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് ചീത്ത പറയോ, അവൻ്റെ മുഖഭാവം കാണുമ്പോൾ തന്നെ നല്ല ദേഷ്യം പിടിക്കുമ്പോൾ നമ്മുടെ മുഖഭാവം എങ്ങനെയായിരിക്കും? ആ ഭാവത്തിലാണോ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ടത്? അവന് ഡോക്ടറെ അടുത്ത് ആ അവസ്ഥയിൽ അവനെ കാണുമ്പോൾ ഏതൊരാളും പറയും ഇവന് സൈക്കോളജിക്കലി പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറയും. അതിൻ്റെ കൂടെ നിങ്ങൾ കുറേ കംപ്ലൈൻറ്റും കൂടി പറഞ്ഞിട്ടുണ്ടാവും. ഡോക്ടർമാർ ഒരാളെ കാണുമ്പോഴല്ലല്ലോ പറയുന്നത്. ഇപ്പം ഞാൻ കേട്ടിട്ടോ ഈ വർത്തമാനം പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ അസുഖം പറയാൻ പറ്റിയിട്ട് നിങ്ങൾക്ക് തൈറോയിഡ് എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഡോക്ടറെ ടെസ്റ്റ് ചെയ്യാണ്ട് പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഇല്ലല്ലോ. അപ്പം ഈ ഡോക്ടർമാരൊന്നും അവരുടെ ആ സമയത്തുള്ള ഒരു പ്രാവശ്യം കണ്ടിട്ട് 1 മിനിറ്റ് കൊണ്ട് മൂക്ക് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു തോന്നൽ കൊണ്ട് അവന് ചിലപ്പോൾ എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും. അവർ ആകെ ചെയ്യുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യുന്നു. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ആഴ്ച ഏതൊരു മെഡിക്കൽ കോളേജിലല്ലേ ന്യൂറോന് കാണിക്കേണ്ട ഡോക്ടറെ അതിന് പകരം സൈക്കോളജിക്കനെ കാണിച്ചിട്ട് സമരാക്കിയിട്ട് ആ കുട്ടി മരിച്ചു പോയത്. അപ്പോൾ ഇതൊക്കെ ഡോക്ടർമാരുടെ ഒരു അടവാണ്.
ഡോക്ടർമാർ നിങ്ങളുടെ മനസ്സമാധാനം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവർക്കറിയാം നിങ്ങൾ എവിടത്തേക്കാണ് റെഫർ ചെയ്യേണ്ടതെന്ന്. കാരണം നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഡോക്ടർ പറയുന്നത്, അല്ലാണ്ട് ഡോക്ടർ ഒരു ദിവ്യജ്ഞാനിയൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നോക്കരുത്. ഞാൻ പറഞ്ഞിട്ടുള്ള കുറേ പ്രിസ്ക്രിപ്ഷൻ പറഞ്ഞു നിങ്ങളോട്. പറ്റുകയാണെങ്കിൽ ചെയ്യാതാൽ നിങ്ങൾക്ക് നന്നാവാം. നിങ്ങളുടെ മനസ്സമാധാനം നന്നാവും, നിങ്ങളുടെ ആരോഗ്യം നന്നാവും, നിങ്ങളുടെ കുടുംബം സന്തോഷമുള്ളതാവും. പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവൻ്റെ കഴിവനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ പഠിക്കട്ടെ, പഠിക്കാൻ പറ്റില്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല, അത്ര തന്നെ. പക്ഷെ സ്നേഹമുള്ള മക്കളാക്കിയിട്ട് മാറ്റുക. അച്ഛനോടും അമ്മയോടും മക്കളോടും ഒക്കെ ആരാണ് ആദ്യം മരിച്ചു പോകാന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ ലോകം അങ്ങനെയാണ്. നിങ്ങൾ ഈ പറയുന്ന ഹസ്ബൻഡ് ആദ്യം പോവാം, നിങ്ങൾ ആദ്യം പോവാം, നിങ്ങളുടെ മോൾ ആദ്യം പോവാം, മോൻ ആദ്യം പോവാം, ഈ പറയുന്ന ഞാനും ആദ്യം പോവാം. ആരാണ് എപ്പോഴാ ചത്തു പോവാന്ന് അറിയില്ല. പറ്റുമോ? അതുകൊണ്ട് അന്യോന്യം സ്നേഹം മാത്രം കൊടുക്കുന്ന ഒരു വീടായി മാറട്ടെ. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ജീസസ് ക്രൈസ്റ്റ് ബിടെക്കും MBBS ഒന്നും പഠിച്ചിട്ടൊന്നല്ലല്ലോ ജീസസ് ക്രൈസ്റ്റിന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അയാളുടെ വിദ്യാഭ്യാസ യോഗ്യതയും മാത്തമാറ്റിക്സ് പഠിച്ചു പ്രൊഫസറായി എന്നുള്ളത് കൊണ്ടാണോ? അല്ലല്ലോ. അദ്ദേഹം സ്നേഹം മാത്രം കൊടുത്തിട്ടാണ് ജനങ്ങളെ വശത്താക്കിയിരിക്കുന്നത്. ആ ജീസസ് ക്രൈസ്റ്റിന്റെ ആൾക്കാരാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങളിപ്പം മക്കൾ പഠിച്ചാലേ നന്നാവുള്ളൂ, സ്നേഹിച്ചാൽ നന്നാവില്ല എന്നാ പറയണേ. പിന്നെ എന്തിനാ ഈ പള്ളിയിൽ പോയിട്ട് എല്ലാ ഞായറാഴ്ചയും വേദവാക്യങ്ങളൊക്കെ കേൾക്കണത്? സ്വന്തം മക്കളെ സ്നേഹിക്കാൻ പറ്റില്ലെങ്കിൽ വിരോധികളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള വേദവാക്യങ്ങളല്ലേ പറയണത്? അത് പറയുന്ന ഒരാള് വീട്ടിൽ സ്വന്തം മക്കളെ പോലും സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചാൽ എന്ത് കഷ്ടമാണ്. പിന്നെ ക്രൈസ്റ്റ് നിങ്ങളെ പിന്നെ ശപിക്കാണ്ടിരിക്കുമോ? നിങ്ങൾ കാശ് കൊടുത്തിട്ടും എഴുതി വെച്ചിട്ടൊന്നും കാര്യമില്ല. ആദ്യം മക്കളെ സ്നേഹിക്ക്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് വേണ്ടത്. അതല്ലെങ്കിൽ മക്കൾ തന്നെ പറയും ഈ കേൾക്കുന്നതൊന്നും അമ്മ പ്രാക്ടീസ് ചെയ്യുന്നില്ലല്ലോ, പിന്നെന്തിനാ ഇത് കേൾക്കണമെന്ന് വിചാരിക്കും. അവർക്കും വിശ്വാസമൊക്കെ കുറയും. ആദ്യം പറയുന്നതും കേൾക്കുന്നതും നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് മക്കൾക്കും വിശ്വാസം വരിക. അതുകൊണ്ട് അങ്ങനെ ആവുക. ഈ നിമിഷം മുതൽ, ഈ മൊമെന്റ് മുതൽ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ശരി, ഓക്കെ, ശരി. കുറച്ച് സന്തോഷമായോ? മനസ്സമാധാനം കിട്ടിയോ? നല്ല പോലെ മടിയിൽ കിടത്തിയിട്ട് അവനെ സ്നേഹിച്ച് അവനെ കാണുന്ന സമയത്ത് ഈ പ്രായത്തിലുള്ളൊരു കുട്ടിയാന്ന് തോന്നരുത്. 2 വയസ്സ് 2.5 വയസ്സ് 1 വയസ്സ് ഒക്കെയുള്ള സമയത്ത് നല്ല സ്നേഹം കാണിച്ചിരുന്ന അമ്മയല്ലേ. ആ കുട്ടിയെ നോക്കുന്നത് പോലെ ഇപ്പോഴും നോക്കുക. ആ സമയത്ത് കൈകൊണ്ട് ചവിട്ടിയിട്ടുണ്ടാവും, കാലുകൊണ്ട് തൊഴിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ വാശി പിടിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നിലത്ത് ഇരുന്ന് ഉരുണ്ടിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ ദേഷ്യം പിടിച്ചിട്ടൊന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്നും ചെയ്യാണ്ടിരിക്കാം. ഓക്കെ, ഇടുവേ ഇതിനകത്ത് യൂട്യൂബിൽ. ഓക്കെ, റൈറ്റ്.